റമദാൻ എന്ന് പറഞ്ഞാൽ പാപമോചനത്തിന്റെ തൗബയുടെ മാസമാണെന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. പറ്റിപ്പോയ അബദ്ധങ്ങളും തെറ്റുകളൊക്കെ മാപ്പ് പറയുന്ന അല്ലെങ്കിൽ മാപ്പിരക്കുന്ന ഒരു മാസമാണ്. അപ്പൊ ആ നിലക്ക് എല്ലാവരും അത് ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇ എ ജബ്ബാർ ഒരു മാപ്പപേക്ഷയുമായി ഒരു തൗബയുമായി വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പിടിച്ച ഒരു നുണ, നമ്മളൊരു നുണ സീരീസ് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ എക്സ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഈ നുണയന്മാരായ ആളുകൾ പറയുന്ന ഇസ്ലാമിന്റെയും ഖുർആാനിന്റെയും ഹദീസിന്റെ ഒക്കെ പേരിൽ പറയുന്ന പല നുണകൾ ഇങ്ങനെ സീരീസ് ആയിട്ട് നമ്മൾ പിടിച്ചു വരികയാണ്. അപ്പൊ അതിൽ കഴിഞ്ഞ ആഴ്ച പിടിച്ച നുണക്ക് ഈ ആഴ്ച തന്നെ ചൂടോടുകൂടി ഒരു മാപ്പ് കിട്ടിയിട്ടുണ്ട്. ആ മാപ്പ് ജസ്റ്റ് ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റമദാൻ മാസം ആയതുകൊണ്ട് ഒരു നല്ല തുടക്കമായിട്ട് നമുക്ക് കാണാം. റമദാനിന്റെ തുടക്കത്തിൽ തന്നെ തൗബ ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. ഞാൻ എനിക്ക് പറ്റിയ ഒരു ചെറിയ അബദ്ധം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹ്രസ്വ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഒന്നിലധികം സുഹൃത്തുക്കൾ അതിലുള്ള ചെറിയ ഒരു അബദ്ധം അല്ലെങ്കിൽ അതിൻ്റെ ചില വസ്തുതകൾ എനിക്ക് മെസ്സേജായിട്ട് അയച്ചു തരികയുണ്ടായി. ഞാൻ പറഞ്ഞത് ഇതായിരുന്നു: ആകെ 70,000 പേരാണ് സ്വർഗത്തിൽ കടക്കുക, അപ്പോൾ ബാക്കി സ്വർഗം ഹൗസ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ചെറിയ എന്നുള്ളതിന് കുറച്ചൊരു ആക്കമൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു പറയുന്നത് ഒരു അബദ്ധം തിരുത്താനാണെന്നുള്ളതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച പിടിച്ചൊരു കാര്യമായിരുന്നു. ഇയാൾ വലിയ രൂപത്തിൽ ഭയങ്കര കോൺഫിഡൻസോട് കൂടി പറഞ്ഞാണ്, മുസ്ലിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ സ്വർഗം കാക്ഷിച്ച് വെള്ളമിറക്കിയിരിക്കുന്നത്? ആർക്കാണ് സ്വർഗം കിട്ടുക? സ്വർഗം ഓൾറെഡി ഹൗസ്ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. 70,000 പേർക്കേ സ്വർഗമുള്ളൂ എങ്കിൽ ഇതാ ഹദീസുണ്ട്. 70,000 പേർക്കേ സ്വർഗമുള്ളൂ എന്ന് പറയുന്ന ഹദീസുണ്ട്. ഈ 70,000 പേര് സഹീദായ ആൾക്കാർ തന്നെ ഉണ്ടാവും അതിൽ കൂടുതൽ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് എല്ലാവർക്കും കൂടെ ഊരിവെച്ചു കൊടുക്കുക? ഇതൊക്കെയാണ് മതം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മനുഷ്യരിന്നും വിശ്വസിച്ചുകൊണ്ട് കിതാബുകളായിട്ട് താങ്ങിക്കൊണ്ട് നടക്കുന്നത്. സ്വർഗ്ഗമൊക്കെ ഓൾറെഡി ഫുൾ ആയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്നും കാണാത്തൊരു ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താ? സ്വർഗത്തിൽ ആകെ 70,000 ആളുകൾ മാത്രമാണ് പ്രവേശിക്കുക. അത് നിങ്ങൾക്കൊന്നും അറിയാത്തൊരു കാര്യമാണ്. അത് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇതാ ഹദീസ് ഉണ്ട്, ഇതാണ് ഇസ്ലാം, ഇതാണ് മതം, ഇതാണ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോൺഫിഡൻസിൽ പറഞ്ഞായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ആ ഹദീസ് എടുത്ത് കാണിച്ചു കൊടുത്തു. കാരണം മുസ്ലിങ്ങൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നൊരു കശറുള്ളതായിട്ട് ബന്ധപ്പെട്ടുള്ള ഹദീസും കൂടിയാണ്. അപ്പോൾ ആ ഹദീസ് എടുത്ത് കാണിച്ചപ്പം ഇപ്പൊ പറയുന്നത് അതിൽ ചെറിയ ഒരു അബദ്ധം പറ്റിയതാണ് എന്നുള്ളത്. മൊത്തം വാദം പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് ചെറിയ അബദ്ധം അതെ. പറയുന്നത്. അല്ല, നമ്മൾ മുമ്പ് ഒരു അബദ്ധം വർഷങ്ങളോളം പിന്നാലെ കൂടിയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഇതുവരെ ഒരു റെസ്പോൺസ് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് മറ്റേ എം അക്ബറായിട്ടുള്ള സംവാദത്തുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ അയ്യൂബ് മൗലവിയുടെ ആയിട്ടുള്ള സംവാദത്തിലും നമ്മൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അതായത് ഖുർആനിൽ നിന്ന് 2 ആയത്തുകൾ, ആ 2 ആയത്തിന് ആദ്യത്തെ ആയത്തിന്റെ ആദ്യത്തെ ഭാഗവും അവസാനത്തെ ആയത്തിന്റെ അവസാനത്തെ ഭാഗവും അതിന്റെ 2 ഭാഗത്തിന്റെ ഇടയിലുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ 3 കുത്തിട്ട കാര്യം. ആ കുത്തിട്ട കാര്യം നമ്മൾ ഏകദേശം ഒരുപാട് വർഷങ്ങളായി അതിന്റെ പിന്നാലെ കൂടി, എന്നിട്ട് അതിനെ തിരുത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇത് തിരുത്താനുള്ളൊരു കാരണമുണ്ട്. കാരണം നമ്മൾ ആ നുണ പിടിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നോക്കിക്കോ ജബ്ബാർ ഇത് തിരുത്തൂല എന്ന് പറഞ്ഞു. നോക്കിക്കോ ജബ്ബാർ ഇത് തിരുത്തൂല എന്ന് പറഞ്ഞപ്പോൾ ഇത് മൂപ്പർക്കും ഇതൊരു ക്രെഡിബിലിറ്റിന്റെ ഒരു വിഷയമാണല്ലോ. കാരണം ഇത് ഇത്രയും നുണ പറഞ്ഞിട്ട് തിരുത്തൂല. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് എന്താണ്, ചെറിയൊരു അബദ്ധം പറ്റിയാൽ പോലും തിരുത്തുന്ന ഒരാളാണ് എന്നത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, നോക്കിക്കോ ജബ്ബാർ ആ 3 കുത്തിട്ട കാര്യം ജീവിതത്തിൽ തിരുത്തൂല. നോക്കിക്കോ ജബ്ബാറിന്റെ കുറെ നുണകൾ നമ്മൾ പിടിച്ചിട്ടില്ല, അതൊന്നും തിരുത്തൂല. അങ്ങനെ പറഞ്ഞാലൊക്കെ തിരുത്തിക്കോട്ടെ. അല്ല, അത് തിരുത്താൻ കഴിയൂല. കാരണം എന്താ വെച്ചാൽ അതില് തട്ടിപ്പാണെന്ന് കൂടി പറയേണ്ടി വരും. അത് കേവലം ഒരു നുണയല്ല. ഇത് പിന്നെ അറിയാത്തതുകൊണ്ടാണ് നമ്മളൊരു ഹദീസെ വായിച്ചിട്ടുള്ളൂ, നമ്മൾ മൊത്തമായിട്ട് വായിച്ചിട്ടില്ല, കാളപറ്റപ്പം കയറെടുത്തതാണ് എന്ന് പറഞ്ഞെങ്കിലും രക്ഷപ്പെടാം. പക്ഷെ അതിൽ അതുകൂടി പറയാൻ കഴിയില്ല. കാരണം അത് ഇടക്ക് നിന്ന് കട്ട് ചെയ്ത് മാറ്റിയതാണ്. അപ്പൊ ഒന്നെങ്കിൽ ഞാൻ ഉടായിപ്പാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇതില് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ജബ്ബാർ ഓക്കെ ഒരു നുണ തിരുത്തി, നുണ പറഞ്ഞത് നുണയാണ് അല്ലെങ്കിൽ അത് പിന്നെ ഓർമ്മ പിശകാണെന്നൊക്കെയാണ് പറയുന്നത്. ഓർമ്മ പിശക് കൊണ്ട് ഇങ്ങനെ ഭയങ്കര കോൺഫിഡൻസിൽ ആരും പറയില്ലല്ലോ. എനിക്ക് അങ്ങനെ തോന്നുന്നു, അങ്ങനെ ഒരു ഹദീസ് അങ്ങനെ ഞാൻ കണ്ട് ഓർമ്മ ഉണ്ടെന്നല്ല പറഞ്ഞത്. ആ ഹദീസിന്റെ മുസ്ലിങ്ങളെ നിങ്ങൾ വെറുതെയാണ് പണിയെടുക്കുന്നത്, 70,000 ആൾക്കാരേ ഉള്ളൂ, ഹൗസ്ഫുൾ ആണ് സ്വർഗം എന്നൊക്കെയാണ് ഭയങ്കര കോൺഫിഡൻസിലാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, എന്തായാലും മനുഷ്യനാണല്ലോ, അബദ്ധം പറ്റും. അബദ്ധം പറ്റി തിരുത്തിയത് നല്ലൊരു കാര്യം. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഞങ്ങളുടെ ചാനലിൽ ലൈവ് സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീരീസ് തന്നെ ഉണ്ട്. അതിൽ ഈ പറഞ്ഞ ആളുകളുടെ, ഈ ആരിഫ് ഹുസൈൻ, ജബ്ബാർ, ജാമിദ, ഇങ്ങനെയുള്ള ഈ ആൾക്കാരുടെ എല്ലാവരും കൂടി 16 നുണകൾ ഇതുവരെ പിടിച്ചിട്ടുണ്ട്. ഈ 16 നുണകളിൽ നിങ്ങൾ എത്ര എണ്ണം തിരുത്തി? നിങ്ങളെല്ലാം അബദ്ധം പറ്റിയ തിരുത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് തിരുത്തല്ലേ വേണ്ടത്. അപ്പോൾ
ഈ 16 എണ്ണത്തിൽ എത്ര എണ്ണം തിരുത്തി? ഇപ്പൊ 2 എണ്ണമാണ് ഇപ്പൊ ഉള്ളത്. ഒന്ന് ഈ ജബ്ബാർ നുണയാണെന്ന് പറഞ്ഞ് തൗബ ചെയ്യാൻ തുടങ്ങി. രണ്ടാമത്തത് ആരിഫ് ഹുസൈൻ. ആരിഫ് ഹുസൈൻ ഞാൻ പറഞ്ഞു ഞാൻ ചറപറ നുണ പറയും എന്ന് പറഞ്ഞിട്ട് ആരിഫ് ഹുസൈനും ഒന്നും അത് നുണയാണെന്ന് ഏകദേശം സമ്മതിച്ചു. അപ്പൊ അതുകൊണ്ട് എക്സ് മുസ്ലിങ്ങൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഒക്കെ നിങ്ങൾക്ക് പോയിട്ട് വെരിഫൈ ചെയ്യാം. എന്നിട്ട് നുണയാണെങ്കിൽ പറയാ, നമ്മൾ തിരുത്താം. മാപ്പ് പറയാൻ നമ്മൾ തയ്യാറാണ്. എനിക്കിത് ഇനി പോയിട്ട് വെരിഫൈ ചെയ്യാനൊന്നും വയ്യാഞ്ഞിട്ടാണ്, സമയമില്ല. അപ്പൊ നിങ്ങൾ ഏതായാലും ഇതൊക്കെ വെരിഫൈ ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ ഇനി എടുത്ത് വീശുള്ളൂ. ബാക്കി നിങ്ങളായി നിങ്ങളെ പാടായി. നുണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. ഈ 2 കാര്യമല്ലാതെ നിങ്ങൾ ഏതാണ് ആരിഫ് തിരുത്തിയിട്ടില്ല. ഇല്ല തിരുത്തില്ല. അത് തിരുത്താന്നുള്ളത് മൂപ്പരിക്കണം. മൂപ്പര് ചറപറ നുണ പറയുന്നു പറഞ്ഞു. എന്തായാലും അത് നുണയാണെന്നെങ്കിലും പറഞ്ഞല്ലോ, അത്രയെങ്കിലും ഉണ്ടല്ലോ. അപ്പൊ ഏതായാലും ഈ 16 എണ്ണത്തിൽ ഈ 2 എണ്ണം നമ്മൾ ഒഴിച്ചു തരാം. ബാക്കി 14ന്റെ കഥ എന്താ? അത് പറയണ്ടേ? അപ്പൊ ഞങ്ങള് അബദ്ധം പറ്റി അപ്പൊ തിരുത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ 14 എണ്ണം തിരുത്ത്. അപ്പോൾ ഈ ജബ്ബാറിന് ഞങ്ങൾക്ക് ഈ ഒരു റമദാനിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ജബ്ബാർ ഒരു പ്ലേലിസ്റ്റ് തുടങ്ങണം. പ്ലേലിസ്റ്റ് തൗബ സീരീസ്ന്നോ അല്ലെങ്കിൽ മാപ്പ് സീരീസ്ന്നോ അല്ലെങ്കിൽ തിരുത്തൽ സീരീസ്ന്നോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇപ്പം ഒന്ന് തിരുത്തിയല്ലോ, അത് പ്ലേലിസ്റ്റിൽ ഒന്നാമത്തെ വീഡിയോ ആയിക്കോട്ടെ, ആ ബാക്കി 14 എണ്ണം കൂടി, അല്ലെങ്കിൽ ജബ്ബാറിൻ്റെത് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് 6 നുണകളുണ്ട്. ജബ്ബാറിന്റെ എക്സ്ക്ലൂസീവ് 6 നുണകളുണ്ട്. ആ 6 എണ്ണവും ഒരറ്റത്ത് നിങ്ങൾ തിരുത്തി തുടങ്ങിക്കോളൂ. ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു തിരുത്ത് ഇടുമ്പോഴേക്ക് ഞങ്ങൾ 2 നുണ വേറെ പിടിച്ചുതരാം. ഓക്കെ, അപ്പൊ എന്നാൽ പിന്നെ ഈ ഒരു സീരീസ് നമുക്ക് എന്ത് ചെയ്യാം, തുടർച്ചയായിട്ട് ഇങ്ങനെ അനന്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മാപ്പ് സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീരീസ് തുടങ്ങുക. ഞങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, 16 എണ്ണം നിങ്ങളുടേത് മൊത്തത്തിൽ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഒരറ്റത്ത് നിങ്ങൾ തിരുത്തി തുടങ്ങുക, നമ്മൾ ബാക്കിയറ്റത്ത് നിന്ന് ഇത് പിടിച്ചു തുടക്കുക എന്നുള്ളതാണ് പൊതുവിൽ പറയാനുള്ളത്. മൂപ്പരുടെ രീതി വലിയ തെറ്റുകൾക്കൊന്നും ക്ഷമ ചോദിക്കൂല, ചെറിയ അബദ്ധങ്ങൾക്കൊക്കെ ചെറിയ അബദ്ധം അപ്പൊ ആൾക്കാർക്കും തോന്നല്ല, ഞങ്ങൾ ചെറിയ അബദ്ധങ്ങളെ വരുത്താറുള്ളൂ, അതാണ് തിരുത്തും ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുകയും ചെയ്യും. അല്ല, മൂപ്പർക്ക് വേണമെങ്കിൽ പറയായിരുന്നു. മുമ്പ് മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ എന്താണ് നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചൂണ്ടയിട്ടതാണ്, ഞാൻ മനഃപൂർവ്വം പറ്റിയ അബദ്ധമാണ് എന്ന് പറയാമായിരുന്നു. പിന്നെ ഇവരുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ നമ്മൾ ഇവരുടെ വീഡിയോ മൊത്തം കണ്ടിട്ടാണ് ഈ ഒരു നുണ കണ്ടുപിടിക്കുന്നതാണ്. ആകെ ആരോ അയച്ചിരുന്ന ഒരു ക്ലിപ്പാണ്, അതിൽ തന്നെ 10 നുണ ഉണ്ടാവും. അല്ല, ഇതിലിപ്പം ഞാൻ എന്റെ കാര്യം പറയാം. ഞാൻ ഈ കഴിഞ്ഞ 1-2 മാസത്തിനിടയിൽ 2 വീഡിയോകളാണ് ജബ്ബാറിന്റെ കണ്ടത്. ആ 2 വീഡിയോകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നുണ ഉള്ളതാണ്, ഒന്ന് നുണ തിരുത്തിയതാണ്. ഈ 2 വീഡിയോകൾ ഞാൻ കണ്ടത് എനിക്കൊന്ന് മുഹ്സിനാണ്. പിന്നെ അതിനു മുമ്പ് തിരുത്തിയൊരു നുണ, അതായത് അള്ളാഹുവിനേക്കാൾ വലിയ ദൈവമാണെന്നുള്ളത്, അത് മുഹ്സിൻ ആ വീഡിയോ എപ്പോഴോ യാദൃശ്ചികമായിട്ട് കണ്ടു, അത് മൂപ്പര് ഗ്രൂപ്പിലിട്ടു, അത് നുണയായിട്ട് പിടിച്ചു. ഞാൻ 2 വീഡിയോ കണ്ടത്, ഒന്ന് തിരുത്തിയ നുണ മാപ്പ് പറഞ്ഞതാണ്, രണ്ടാമത്തെ ആ നുണ പറഞ്ഞതാണ്. ഈ 2 വീഡിയോകളാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇത് ഇയാൾ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മളിതിങ്ങനെ കുത്തിയിരുന്ന് കാണുകയാണെന്ന്. ഒന്നാമത്തെ ചങ്ങായിയെ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വായിക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ ഈ ഒരു പിന്നെ വാല്യൂ ഇല്ലാത്ത തോന്നിയത് പറയുന്ന ഈ കാര്യങ്ങൾ കേട്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതങ്ങ് ആ നിലക്ക് ഓക്കെ, ഞങ്ങൾ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് സീരീസ് തുടങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും നുണകൾ ഞങ്ങൾ ഓൾറെഡി ഇപ്പൊ ലിസ്റ്റ് ചെയ്തെന്ന സാധനമാണ്. 16 നുണകളുണ്ടല്ലോ. ആ 16 നുണ എന്ന് പറഞ്ഞാൽ മിക്കവാറും പല ആളുകളും ആവർത്തിച്ച് പറഞ്ഞ നുണകളാണ്. ഇപ്പൊ ആരിഫിന്റെ നുണ എന്ന് പറഞ്ഞാൽ അത് ജബ്ബാർ പല സ്ഥലത്ത് പറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ഈ 16 നുണകൾ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 16ഉം നിങ്ങൾ മാപ്പ് പറഞ്ഞു തുടങ്ങാം. ഇനി അതല്ല, ഏതെങ്കിലും ഒന്ന് മാപ്പല്ല, അത് ഞങ്ങൾ സത്യം തന്നെയാണ് പറഞ്ഞതുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ മതി, വിശദീകരിച്ചാൽ മതി, മാപ്പ് പറയണമെന്നില്ല. അപ്പം തെറ്റുകൾക്ക് മാപ്പ് പറയുന്ന ഒരു സീരീസ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചൊക്കെ ഞങ്ങളുടെ തിരക്കുകളും ഇതൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ വീഡിയോകൾ കണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മാപ്പിന് 2 നുണ എന്ത് ചെയ്യുക എന്ന നിലക്ക് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. അതെ, ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഒരു മാപ്പ് പറയുകയാണെങ്കിൽ 2 നുണ അതിന്റെ കൂടെ ഞങ്ങൾ എന്ത് ചെയ്യും, ബോണസ് ആയിട്ട് അങ്ങോട്ട് തരും. അതിന് ആ 2 മാപ്പ് പറയുമ്പോഴത്തേക്ക് വീണ്ടും 4 എണ്ണം ഇപ്പുറത്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ 1-ന് 2 എന്നുള്ള രൂപത്തിൽ ഒരു മാപ്പിന് 2 നുണ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഓഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ റമദാൻ എന്ന് പറയുന്നത് നല്ലൊരു കാലം കൂടിയാണ്. എല്ലാവരും പിന്നെ പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ കൂടുതൽ തൗബ ചെയ്ത് പാപമോചനം നടത്തി റബ്ബിലേക്കൊക്കെ അടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മാപ്പ് പറയാനും അല്ലെങ്കിൽ മാപ്പ് അപേക്ഷിച്ച് തിരിച്ചു പോകാനൊക്കെ ഉള്ളൊരു നല്ലൊരു സമയമാണ്. അപ്പം അതുകൊണ്ട് മാപ്പ് തുടങ്ങിയ സ്ഥിതിക്ക് അത് നിർത്തണ്ട, അത് തുടർന്ന് പോവുക. ഞങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ജബ്ബാറിന് അങ്ങനെ ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ, എല്ലാം തിരുത്താമെന്നൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളും എന്ത് ചെയ്യാം, നമ്മുടെ സമയത്തിനനുസരിച്ച് കണ്ട് ഒരു മാപ്പിന് 2 നുണ എന്ന രൂപത്തിൽ പറയാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഓഫർ എന്ന് പറയുന്നത്. അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ജബ്ബാറിനോട് പറയാനുള്ളത്. അതേപോലെ ഒരുപാട് അബദ്ധങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇതേ കാര്യം നമുക്ക് വേണമെങ്കിൽ തിരിച്ചും പറയും. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നത് നിങ്ങൾ 16 നുണ പിടിച്ചു, അപ്പോൾ ജബ്ബാറാണെങ്കിൽ 100 കണക്കിന് വീഡിയോസ് ഇട്ടുണ്ടല്ലോ, അപ്പോൾ ആകെ 16 നുണയുള്ളൂ. ഈ പറഞ്ഞതുപോലെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്ന നുണകളാണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ചും ചോദിക്കാമല്ലോ, ഞങ്ങൾ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. ഇവരാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു നുണ പിടിച്ചിട്ടുണ്ടോ ഇതുവരെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അതായത് ഞങ്ങൾ നുണ പിടിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ
ഞങ്ങൾ പറയുന്ന എല്ലാം അല്ലെ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം വിമർശനമായിട്ട് മറുപടി പറയുന്നതെല്ലാം ശരിയാണെന്നാണ് എൻ്റെ അർത്ഥം. ജബ്ബാറിൻ്റെ വീഡിയോ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ കാണുമ്പോൾ അതിലുള്ള നുണകൾ നോട്ട് ചെയ്ത് നമ്മൾ സമയമുള്ളപ്പോൾ അത് പിടിക്കുന്നു എന്നുള്ളത്. നമ്മൾ സീരീസിന്റെ പുറത്തായിട്ടും പല വീഡിയോകളിലും Yes. നുണകൾ പിടിക്കാറുണ്ട്. ഒരുപാടുണ്ട്. അപ്പോൾ ആ നുണകളൊക്കെ നിങ്ങൾ മൊത്തത്തിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നൂറുകണക്കിന് നുണകൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അതിൽ ലിസ്റ്റ് ചെയ്ത് തന്നെ 16 എണ്ണം തന്നിട്ടുണ്ട്. അത് നുണ മാപ്പ് പറഞ്ഞ് തുടങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ആ നിലക്ക് ഖുർആനുമായി ബന്ധപ്പെട്ട് ഹദീസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അങ്ങേയറ്റത്തെ അജ്ഞതയിൽ നിന്ന് പിന്നെ ജനിച്ചിട്ടുള്ള ഇത്തരം നുണകളും അതുപോലെ തന്നെ അബദ്ധങ്ങളും തിരുത്തി തുടങ്ങുക എന്നുള്ളതാണ് ജബ്ബാറിനോടും അതുപോലെ തന്നെ മറ്റ് ഇസ്ലാം വിമർശകരോടും പറയാനുള്ളത്. ഇതൊരു നല്ല തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.